ഈ ചില ആളുകളൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നത് 2020 എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഇപ്പോൾ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണല്ലോ, അത് NDA സഖ്യത്തിലെത്താൻ കാരണം താങ്കൾക്ക് വന്ന കിറ്റക്സിനെതിരായിട്ട് വന്ന ED നോട്ടീസുകളും ഫെമ നോട്ടീസുകളും ഒക്കെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അന്വേഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതിവിദഗ്ധനായ ബുദ്ധിമാനായ സാബുവും ജേക്കബ് കണ്ടുപിടിച്ച വഴിയാണ് NDAയിലേക്കുള്ള യാത്ര എന്ന് കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് താങ്കൾ എന്ത് പറയും? ഇതിൽ നമുക്കൊരു വ്യവസായം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ വിവിധ ഏജൻസികളുടെ കീഴിലാണ് നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത്. അതിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പ്രൊവിഡൻറ്റ് ഫണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഉണ്ട്, പഞ്ചായത്തുണ്ട്, അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ ഞങ്ങൾ 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡാണ്. എക്സ്പോർട്ട് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ വിനിമയം ഞങ്ങൾ വഴി നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് മോണിറ്റർ ചെയ്യുന്ന ഒരു ഏജൻസി എന്ന് പറയുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതായത് വിദേശ നാണ്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഏജൻസി. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങളിപ്പോൾ ഞങ്ങൾ 35 വർഷമായിട്ട് വിദേശ നാണ്യ വിനിമയം നടത്തുന്നുണ്ട്. ഇതുവരെ ₹1 പോലും ഞങ്ങൾ ഡോളറോ ഏതെങ്കിലും തെറ്റായിട്ട് നിയമവിരുദ്ധമായിട്ട് ചെയ്തതായിട്ടുള്ള ഒരു പരാതിയുമില്ല, അങ്ങനെ ഉണ്ടായിട്ടുമില്ല. ആ കാരണം അത് കാലാകാലങ്ങളിൽ ഞങ്ങളുടെ ബാങ്കും റിസർവ് ബാങ്കും അത് പരിശോധിച്ച് വരുന്നതാണ്. ഇതിപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഓരോ ട്രാൻസാക്ഷനിൽ അതിൻ്റെ ബാലൻസ് എത്രയുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ച് ഒരു നോട്ടീസ് ഞങ്ങൾക്ക് അയച്ചു എന്നുള്ളത് ശരിയാണ്. ഞാൻ അതിന് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ കവിന് യാതൊന്നുമില്ല. അത് എനിക്ക് മാത്രമല്ല, ബിസിനസ്സിൽ ഒരു സംശുദ്ധി പാലിക്കാൻ താങ്കൾക്ക് ഇത്ര കാലവും കഴിഞ്ഞിട്ടുണ്ടോ? ഇതിൽ അവിടെയാണ് കിറ്റക്സിൻ്റെയും ഈ പറയുന്ന ഞങ്ങളുടെ വ്യവസായ സ്ഥാപനങ്ങളുടെയും വ്യത്യസ്തത. ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഇന്ത്യയിൽ, അതായത് നിയമം 100% അക്ഷരം പ്രതി പാലിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ കിറ്റക്സ്, ഞങ്ങളുടെ വ്യവസായ സ്ഥാപനം. അല്ല, അതുകൊണ്ട് തന്നെയാണല്ലോ പുള്ളി ഒരു മാസം 12 പ്രാവശ്യം ഈ കേരളത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എല്ലാ ഏജൻസികളും, അതായത് മൃഗസംരക്ഷണ വകുപ്പ് ഒഴിച്ച് പെരിയാർ വാലിക്കാര് ഒരു ഫാക്ടറിയിൽ എന്താ അവർക്ക് കാര്യം, അവര് വരെ കയറി. നിങ്ങളുടെ സ്ഥാപനത്തിൽ മലിനീകരണം നടക്കുന്ന പറയുന്നത്. അല്ല, അതൊക്കെ പരിശോധിച്ചല്ലോ. അപ്പൊ ഞങ്ങൾക്കൊരു ഗുണമുണ്ടായത്, ശ്രീനിജൻ കാരണം ഈ പറയുന്ന ആരോപണങ്ങളിൽ ഒന്നും കഴമ്പില്ല എന്ന് പുള്ളി തന്നെ പരിശോധിച്ച് സർട്ടിഫൈ ചെയ്തു. കാരണം ഈ 12 പരിശോധനകൾ, ഓരോ പരിശോധനകളിലും 80ഉം 100ഉം ആളുകളാണ് വരുന്നത്, 30ഉം 40ഉം വണ്ടികളിലാണ് വരുന്നത്. അങ്ങനെ പരിശോധിച്ചിട്ട് അവസാനം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഒന്നും എഴുതി തന്നില്ല. ഒരു ചെറിയ മിസ്റ്റേക്ക്, ഒരു ചെറിയ വയലേഷൻ, ഒരു മൈനർ, അവർ പൂട്ടി അടച്ച് സീൽ ചെയ്തേനെ.